നിലവിലെ അവസ്ഥ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ കാറ് വെള്ളത്തിൽ പോയി ഫയർഫോഴ്സാണ് ഇപ്പോൾ പൊക്കിയെടുത്തത്. രണ്ടുപേരെ ഇതിനകത്തുനിന്ന് കിട്ടി. ബോഡി രണ്ടും മെഡിക്കൽ കോളേജിലുണ്ട്. ബ്രോഡ് ഹെഡായിരുന്നു. അപ്പോൾ ഇവർ പൊട്ടിച്ചാണ് ഇപ്പോൾ ഫയർഫോഴ്സുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഗ്ലാസ് പൊട്ടിച്ചാണ് രണ്ടുപേരും എടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി വേറെ അധികം ആളുണ്ടാകാൻ കാര്യമില്ല. ഇവർ പൊട്ടിച്ചെടുത്താണ് രണ്ടുപേരെ പുറത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ഇല്ല, ആ സംശയം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് നോക്കിയത്. ഇപ്പോൾ കൃത്യമായി കാര്യം പരിശോധിക്കുമ്പോൾ ഇവർ എടുത്ത ഉദ്യോഗസ്ഥന്മാർ തന്നെ സ്ത്രീയുടെ കാലിലെ സോക്സ് ഉണ്ട്. അതായപ്പോൾ നമ്മളിപ്പോൾ കണ്ടായിരിക്കും ആൾക്കാർ കുട്ടിയാണ് സംശയിക്കുന്നത്. അപ്പോൾ അവർ വളരെ എങ്ങാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ട്. ആ ഐ ഡി കാർഡ് യെസ്. അപ്പോൾ കണ്ട അഡ്രസ്സ് വെച്ചിട്ട് മഹാരാഷ്ട്ര സ്വദേശി എന്നാണ് കാണുന്നത്. കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് ആ റെന്റേക്കാരാണ് ഇതെന്ന് തോന്നുന്നു. എവിടുന്ന് എടുത്തുന്നുള്ളതൊക്കെ പരിശോധിച്ച് വരുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഈ ഗൂഗിൾ സെർച്ച് ചെയ്താണ് അവർ വന്നെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണ് സംഗതി പോകാൻ ഇട വന്നെന്നുള്ളതാണ് പ്രഥമ ദൃഷ്ടിയെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതാണ് പോലീസും പറഞ്ഞത് അന്വേഷണത്തിൽ. അവരുടെ ആരോഗ്യനിലയെ പറ്റി കൂടി മന്ത്രിയോടൊന്ന് ചോദിക്കാം. ഫയർഫോഴ്സ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇവർ പരിശോധിക്കട്ടെ. പരിശോധിച്ചിട്ട് ബാക്കി നാടിനീർ നടപടികൾ ചെയ്യാവുന്നതായിരിക്കണം. ബോഡി രണ്ടും മെഡിക്കൽ കോളേജ് നമ്മളാക്കിയിട്ടുണ്ട്. മോർച്ചറിലേക്ക് ഇപ്പം മെഡിക്കൽ കോളേജ് എത്തി. രണ്ടും ബ്രോഡ് ഹെഡായിരുന്നു. അതുകൊണ്ട് മോർച്ചറിലേക്ക് മാറ്റാൻ പറഞ്ഞു. മോർച്ചറിലേക്ക് ഇപ്പം മാറ്റുന്നു. അപ്പോൾ പരിശോധിച്ച് ഈ ഗ്ലാസ് പൊട്ടിച്ചെടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം മറ്റേതെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ കാണണ്ടായിരുന്നു. അത് അപ്പം അങ്ങനെയൊന്നുമില്ല. 4 ഡോർ ലോക്കായിരുന്നു. അപ്പം അതുകൊണ്ടാണ് മറ്റാളുകളില്ല എന്ന് നമ്മൾ തറപ്പിച്ച് പറയുന്നത്. എടുത്ത ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെ തന്നെ നിൽക്കുക. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിപ്പോൾ പരിശോധിക്കാൻ SP ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും പരിശോധിക്കാനായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു. അത് നമുക്കിപ്പോൾ കിട്ടിയ ID കാർഡിൽ കാണുന്ന ഒരു പേരാണ് ഉള്ളത്. അത് വെച്ചിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ പറയാൻ കഴിയില്ല. ID കാർഡ് വെച്ച് നമ്മൾ പരിശോധിച്ച് ആരാണെന്ന് ഇപ്പോൾ കണ്ടെത്തും. അത് പോലീസ് അതിന്റെ ഇപ്പോൾ കാര്യത്തെ സംബന്ധിച്ച് പരിശോധന നടത്തി ഏതാനും സമയത്തിനകം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ